നമസ്കാരം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു അപ്ഡേറ്റ് വന്നതേ ഉള്ളൂ. പിന്നീട് കണ്ടത് ചരിത്രമാണ്. മലയാള സിനിമാ ലോകം മൊത്തം ആ ഒരു വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് മമ്മൂക്കയും ഹരിഹരനും MTയും ഒന്നിക്കുന്ന ഒരു ചരിത്ര സിനിമ ഉടനെ പിറവിയെടുക്കാൻ പോകുന്നു എന്നതിനുള്ള ഒരു സൂചന ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിരുന്നു. ഈ ത്രിമൂർത്തികൾ ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് അതൊരു പ്രത്യേക ആവേശമാണ്. ഹരിഹരൻ മമ്മൂട്ടി MT കോംബോയിൽ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും കാവ്യ ഫിലിംസിന്റെ ബാനറിൽ ഒരു വൻപൻ ചിത്രം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇപ്പോൾ സിനിമാ പ്രേമികൾക്കുണ്ട്. ഇനി ഇവർ ഒന്നിക്കുന്ന ചിത്രം രണ്ടാം മൂഴമാണോ? അതാത് കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് പടങ്ങൾ എടുത്ത കോംബോ പുതിയ ടെക്നീഷ്യൻ ടീമുമായി എത്തുമ്പോൾ ഇപ്പോൾ തന്നെ കാണാനുള്ള ആഗ്രഹം സിനിമാ പ്രേമികൾക്കിടയിൽ ഉടലെടുത്തിരിക്കുകയാണ്. MT സാറിന്റെ സിനിമാ ലോകത്തെ അവസാനത്തെ സിനിമ മമ്മൂക്കയോടൊപ്പം ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ മമ്മൂക്കക്ക് MT സാർ വാക്കുകൊടുത്തതാണ്. മമ്മൂക്കക്ക് MT സാറ് ഗുരുവാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഡേറ്റ് ഒന്നും നോക്കാതെ അദ്ദേഹം പറഞ്ഞാൽ മമ്മൂക്ക തീർച്ചയായും ഒരു പടം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ ഉടലെടുത്ത പടങ്ങളൊക്കെ സിനിമാ പ്രേമികൾക്കിടയിൽ ആഴത്തിൽ ഇറങ്ങിയത്. അവസാനമായി ഈ ത്രിമൂർത്തികൾ ഒന്നിച്ചത് 16 കൊല്ലങ്ങൾക്ക് മുമ്പ് പഴശ്ശിരാജയിലായിരുന്നു. ആ സമയത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പടം പ്രേക്ഷക പ്രതീക്ഷയോട് 100% നീതി പുലർത്തിയ ബിഗ് ബജറ്റ് ചിത്രം. പഴശ്ശി തമ്പുരാനായി മമ്മൂക്ക ബിഗ് സ്ക്രീനിൽ നിറഞ്ഞു നിന്നപ്പോൾ ഓരോ ഫ്രെയിമും മലയാള സിനിമാ പ്രേമികൾക്ക് ദൃശ്യവിസ്മയമായി. 1989 പുറത്തിറങ്ങിയ ഒരു വടക്കം വീരഗാഥയിലെ ചന്തു ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ മുമ്പിൽ ഒരു വീരനായകന്റെ ഗാംഭീര്യത്തോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത ആളുടെയും അത് ചെയ്യിപ്പിക്കാൻ ഇടയായ രണ്ടുപേരുടെയും കഴിവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്ക ഹരിഹരൻ MT കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള സിനിമയാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.